ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് വളരെ ഹെൽത്തിയായ രീതിയിൽ തന്നെ ബേക്കിംഗ് സോഡയോ ഇനോ ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഈ ഒരു അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബാക്കി വന്ന ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കപ്പ് നല്ല തിക്കായിട്ടുള്ള ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇനിയും വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. തക്കാളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ പച്ചക്കറികളൊക്കെ വേവിക്കാണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഒന്ന് തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ല ഫെർമെൻ്റായ ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ബേക്കിംഗ് സോഡയോ ഇനോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മാവ് അത്യാവശ്യം നല്ല കട്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മാവ് ഒട്ടും ലൂസാവാൻ പാടില്ല. ഇപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് ആവശ്യം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നമുക്ക് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ വിതറിയിട്ട് കൊടുക്കാം. മല്ലിയിലക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ അപ്പത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട ഭാഗം ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട്. ഈ ഒരു അപ്പത്തിന് ബൺ ദോശ എന്നും പറയാം കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവുകൊണ്ട് നമുക്കിതുപോലെ ദോശ തയ്യാറാക്കിയെടുക്കാം. ബാക്കി വന്ന ഇഡ്ലി മാവുകൊണ്ട് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഓരോ ദോശ തയ്യാറാക്കിയെടുക്കാം. പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കി. കുട്ടികളുടെ ടിഫിനിലേക്കൊക്കെ ഇത് കൊടുത്തു വിടാൻ പറ്റിയൊരു ദോശ റെസിപ്പി തന്നെയാണ്. ഇതിനി എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബൺ ദോശയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാനിതിൻ്റെ കൂടെ ഒരു ചട്നി കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ മല്ലിയിലൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. തേങ്ങ വല്ലാണ്ട് അങ്ങോട്ട് റോസ്റ്റായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇതുപോലെ തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്കിതിലേക്ക് ഒരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം.
ഇപ്പം ഞാനിതിവിടെ ചട്നി ഗ്രൈൻഡറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ചട്നി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത ചട്നി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും കൂടരുത്, ഈ ഒരു കട്ടിയിൽ തന്നെ ചട്നി ഇരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചട്നി കരക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളുണ്ടാക്കിയ ബൺദോശയ്ക്ക് കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു സ്പൈസി ചട്നി. ഇനി നമുക്ക് ഈ ചട്നി ഒന്ന് വറവിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി തൈരോ ബേക്കിംഗ് സോഡയോ ഇനോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബൺദോശൻ്റെ സ്പൈസി ചട്നീൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.